ശാസ്ത്രത്തിന്റെ എല്ലാ വികസന രംഗത്തും മാറ്റങ്ങൾ വരുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന പല നല്ല കാര്യങ്ങളുമാണ്. ഒരു കാർഷിക രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കാർഷിക മേഖല എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് സമൂഹം സ്കൂളിലെ കൊച്ചുമിടുക്കന്മാർ അവതരിപ്പിക്കുന്ന ഈ എളിയ നാടകം. രംഗത്ത് തുഷാർ, ദിയ, ശ്രീറാം, രത്തി, അശ്വിൻ ആൻഡ് നവനി. ഞാൻ അവിടെ ചെന്നപ്പോ നമ്മുടെ നഷ്ടങ്ങളെ കണക്ക് പറഞ്ഞു. അവര് പറയുന്നത് തരാൻ പറ്റില്ല. നമ്മൾ
കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കേട്ടിട്ടില്ലേ? അപ്പൊ കരയുന്ന കുഞ്ഞിന് പാലില്ല. ഇതാണ് ഇന്നത്തെ ലോകം. എന്ത് വഴി? എന്തേലും കിട്ടിയാലും പിന്നെ അടുത്ത പ്രാവശ്യം കൃഷിയാക്കാൻ പറ്റുള്ളൂ. എന്നാൽ എന്തേലും കിട്ടിയാൽ കിട്ടിയിട്ട് വേണ്ട ഇത് കൃഷിയാക്കാൻ. അവര് നഷ്ടപരിഹാരം ഒന്നും തരില്ല. Jauhi, yang penting bu. തെക്കേപ്പാടത്ത് പോകേണ്ടതാ മക്കറ്റ്. അതെ, ഞങ്ങൾ ടൗൺഷിപ്പ് പണിയാൻ പോകുന്നു. അത് അറിയിക്കാനാണ് നിങ്ങളിലേക്ക് വന്നത്. ഞങ്ങളുടെ ചോര അതൊക്കെ ഒറ്റ ഈ കാണുന്ന സ്ഥലത്തിന് താങ്കൾ പറയുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ തരും. പിന്നീട് ജോലി ഞാൻ ഓഫർ ചെയ്യുന്നു. എന്താ അത് മതിയോ? നടക്കില്ല സാറന്മാരെ. കൊക്കിയും ചെയ്യണം. ഞാൻ സമ്മതിക്കില്ല. തന്റെ പ്രായത്തെ പറയുന്നത് ഇനി താമസം നിന്നാൽ ഈ കാണുന്ന തലമുറയ്ക്ക് കൃഷിയും വേണ്ട, കൃഷിസ്ഥലവും വേണ്ട. അവർക്ക് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ മാത്രം മതി. ഇങ്ങനെ ജനറേഷനാണ് ഞങ്ങളെ പോലുള്ള സ്വപ്നം കണ്ടിരുന്നത്. യെസ്, ദേ ആർ സ്ലേവ്സ്. സാറേ, നിങ്ങളെ പറഞ്ഞ ജനറേഷൻ ഉണ്ടല്ലോ, അവരെല്ലാവരും അങ്ങനെയല്ല. 100 പേരിൽ ഒരാളെങ്കിലും നന്മ മാത്രം സ്വപ്നം കാണുന്നവരാണ്. നിങ്ങളെ തട്ടിപ്പെന്തെന്നറിയാത്ത പാവം കുഞ്ഞുങ്ങളാണ് സാറേ. നിങ്ങളെ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക്, നിങ്ങളെ പോലുള്ള ഈ ആൾക്കാർ ഈ കാണുന്ന ജനറേഷൻ ഉണ്ടല്ലോ, ഞങ്ങളെ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. യെസ്, ദേ ആർ സ്ലേവ്സ്. മിസ്റ്റർ കേശവപിള്ളെ, ഇറ്റ്സ് ദി ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ഇനി തടസ്സം നിന്നാൽ ഐ വിൽ ഷോ യു. എന്റെ ഈശ്വരമായ എന്ത് ലോകമാണിത്? മനുഷ്യൻ തന്നെ ചതിക്കുന്ന ലോകം. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവന് ചതിക്കുന്ന ലോകം. ഇതിനൊരു അവസാനമില്ല. എൻ്റെ കൃഷി, എൻ്റെ ജീവിതം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. സ്വന്തം ജീവനക്കാരെ മണ്ണിനെ സ്നേഹിച്ചൊരു മനുഷ്യനാണിത്. കൊന്നു വളർത്തില്ലേ?
ഇതുപോലെ ജീവിതം തുറന്നു പോയ എത്ര കൃഷിക്കാരുണ്ടാകുന്നുണ്ട്. എന്തിനാ ഈ ലോകം ഇങ്ങനെ കാണിക്കുന്നത്? അടിയന്മാരുടെ കാലം പോയില്ലേ, തമ്പ്രാക്കന്മാരുടെ കാലം കഴിഞ്ഞില്ലേ? എന്നിട്ടും ഇനി എന്റെ ലോകം നന്നാവാത്തെ? തുമ്പി തുമ്പി കല്ലെടുത്ത് തമ്പ്രാൻ പറഞ്ഞു കല്ലെടുക്കാൻ. ഒന്നാനാം തുമ്പി അവറ്റ മക്കൾ വന്നു മലർക്കാവിൽ തുമ്പി തുള്ളാൻ. വന്നു മലർക്കാവിൽ തുമ്പി തുള്ളാൻ. വന്നു മലർക്കാവിൽ തുമ്പി തുള്ളാൻ. വന്നു മലർക്കാവിൽ തുമ്പി തുള്ളാൻ.